വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഹിസ്റ്ററി ബനാസർ ഖാലിദ്. അപ്പൊ കേട്ട പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ തുടങ്ങിയാലല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്യാതില് അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസും അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ നോക്കുക, മനഃശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ക്രോ ആൻഡ് ക്രോ ആണ്. അപ്പം ക്രോ ആൻഡ് ക്രോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ്. അപ്പൊ ഇനി മനുഷ്യബന്ധങ്ങളുടെ വ്യവഹാരങ്ങളുടെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം? ക്രോ ആൻഡ് ക്രോ എന്ന് ഓർത്തു വെക്കും. അടുത്ത് നോക്കാം, കേവല മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ചോദ്യം എന്താണ്? കേവല മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? അപ്പൊ നമുക്ക് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നോക്കാം, ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത് മനഃശാസ്ത്രത്തെ കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്നും പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജി എന്നും പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി എന്നും രണ്ടായിട്ട് തിരിക്കാം. ഇനി നോക്കാം, ഈ പ്യുവർ സൈക്കോളജി കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ശാഖകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഓരോ പേരും ശ്രദ്ധിക്കാം. സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി, അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി, സാമൂഹ്യ മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി, പാരമ്പര്യ മനഃശാസ്ത്രം അഥവാ ജനറ്റിക് സൈക്കോളജി, ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി, നാഡീ മനഃശാസ്ത്രം അഥവാ ന്യൂറോ സൈക്കോളജി എന്നിവ കേവല മനഃശാസ്ത്ര ശാഖകളാണ്. അപ്പോൾ നമുക്ക് കേവല മനഃശാസ്ത്ര ശാഖകളിൽ ഉൾപ്പെട്ട ഏതൊക്കെയാണെന്ന് തീർച്ചയായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇക്കൂട്ടത്തിൽ കേവല മനഃശാസ്ത്രത്തിൽ പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തിരിക്കാം. ഏതാണ്? കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ മനസ്സിലാക്കിയത് കേവല മനഃശാസ്ത്ര ശാഖകളാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി, സാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി, ഇനി എന്താ? സാമൂഹ്യ മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി, ഇനി പാരമ്പര്യ മനഃശാസ്ത്രം അഥവാ ജനറ്റിക് സൈക്കോളജി, ഇനി ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി, അതോടൊപ്പം എന്താണ്? നാഡീ മനഃശാസ്ത്രം അഥവാ ന്യൂറോ സൈക്കോളജി. അപ്പൊ ഈ പേരുകളെല്ലാം ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മുടെ എന്താണ്? കേവല മനഃശാസ്ത്ര ശാഖകളെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തില് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കേവല മനഃശാസ്ത്ര പ്യുവർ അല്ലെങ്കിൽ പ്യുവർ സെറ്റിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായും നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ സാധിക്കും. അപ്പൊ നോക്കാം, അടുത്ത ചോദ്യം, പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? അപ്പൊ നമ്മൾ പറഞ്ഞു മനഃശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കുക അല്ലെ? മനഃശാസ്ത്രത്തെ നമ്മൾ പറഞ്ഞു കേവല മനഃശാസ്ത്രം എന്നും അതുപോലെ അപ്ലൈഡ് സൈക്കോളജി അല്ലെ, പ്രയുക്ത മനഃശാസ്ത്രം രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കേവല മനഃശാസ്ത്രം ഉൾപ്പെടുന്ന ശാഖകളെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഏതാണ്? പ്രയുക്ത മനഃശാസ്ത്രം അല്ലെ. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? പ്രയുക്ത മനഃശാസ്ത്രം ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ വ്യാവസായിക മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം എന്നിവ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇനി ചികിത്സാ മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി, ഇനി ക്രിമിനൽ മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി, ഇനി സൈനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ എന്താണ്? മിലിറ്ററി സൈക്കോളജി, ഇനി വ്യാവസായിക മനഃശാസ്ത്രം ഇൻഡസ്ട്രിയൽ സൈക്കോളജി, അതുപോലെ പരിസര മനഃശാസ്ത്രം എൻവയോൺമെന്റ് സൈക്കോളജി എന്നിവ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടും. അപ്പൊ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായതാണ് എന്ത്? പ്രയുക്ത മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം എന്നിവ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മൾ കേവല മനഃശാസ്ത്രത്തെ കുറിച്ചും പ്രയുക്ത മനഃശാസ്ത്ര ശാഖകളെ കുറിച്ചും മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായും ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം ഒത്തിരി പരീക്ഷകളിൽ ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് തിരിച്ചറിയേണ്ട നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത് നോക്കാം, ആധുനിക പരീക്ഷ മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാണ് ആധുനിക പരീക്ഷ മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം വൂഡ് അല്ലെ. അപ്പൊ ആധുനിക പരീക്ഷ മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം വൂഡ് ആണ്. ഇനി ആധുനിക മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യേണ്ടത്.
ആധുനിക പരീക്ഷ മനഃശാസ്ത്ര പിതാവെന്ന് ചോദിച്ചാൽ അത് വില്യം വൂണ്ടാണ്. ആധുനിക മനഃശാസ്ത്ര പിതാവെന്ന് ചോദിച്ചാൽ അതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. ഇനി അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര എന്താണ് അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? എന്താണ് അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് B.F. സ്കിന്നർ. B.F. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അധ്യാപനവും പഠനവും കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം, മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അപ്പൊ മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രമാണ് എങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സയൻസ് ഓഫ് സോൾ എന്നാണ് അഭിപ്രായപ്പെട്ടത് ആരാണ്? പ്ലേറ്റോവും അരിസ്റ്റോട്ടലുമാണ് മനഃശാസ്ത്രം ആത്മാവിന്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം, മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണെന്ന് അഭിപ്രായപ്പെട്ടത്. എന്താണ് മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കർട്ട് കോഫ്കയാണ്. കർട്ട് കോഫ്കയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ്. എന്തിന്റെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ്? ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കർട്ട് കോഫ്കയാണ്. അടുത്ത് നോക്കാം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തികളുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠന അനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ക്രോ ആൻഡ് ക്രോ ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തികളുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠന അനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നോക്കാം, കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? എന്താണ് കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് റോബർട്ട് എസ് വുഡ്സ്വർത്ത്. റോബർട്ട് എസ് വുഡ്സ്വർത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, അത് ഓർമ്മയുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മറ്റൊരു പോയിന്റ് കൂടി മനസ്സിലാക്കുന്നത് എന്താണ്? കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? റോബർട്ട് എസ് വുഡ്സ്വർത്ത് ആണ്. അത് ഓർത്തു വെക്കാം. അടുത്തത്, ജർമ്മനിയിൽ രൂപം കൊണ്ട ഘടനാവാദം എന്ന മനഃശാസ്ത്ര ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇപ്പൊ ജർമ്മനിയിൽ രൂപം കൊണ്ട ഘടനാവാദം എന്ന മനഃശാസ്ത്ര ദർശനത്തിന്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ട് ആണ്. വില്യം വൂണ്ടിനെ കുറിച്ച് നമ്മൾ അല്പനേരം മുമ്പ് മനസ്സിലാക്കിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു സംഭാവന എന്താണ്? ജർമ്മനിയിൽ രൂപം കൊണ്ട ഘടനാവാദം എന്ന മനഃശാസ്ത്ര ദർശനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് വില്യം വൂണ്ട്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഘടനാവാദത്തെ കുറിച്ചുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന് ഘടനാവാദത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടെ നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കും അതുപോലെ LPUP പോലെ പരീക്ഷയ്ക്ക് ധാരാളം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ്, ഘടനാവാദം എന്ന് പറയുന്ന മനഃശാസ്ത്ര ദർശനമാണ്, അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആണ്. അടുത്ത മനസ്സിലാക്കുക, ഘടനാവാദത്തിന് സംരചനാത്മക മനഃശാസ്ത്രം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഘടനാവാദത്തിന്റെ മറ്റൊരു പേര് എന്താണ്? സംരചനാത്മക മനഃശാസ്ത്രം എന്ന് ഘടനാവാദം അറിയപ്പെടുന്നു. അപ്പൊ ഘടനാവാദത്തെ സംരചനാത്മക മനഃശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് അറിയപ്പെടുന്നതാണ് ഘടനാവാദം. അപ്പൊ നമ്മൾ ഈ 3 പോയിന്റ്സ് അല്ലെങ്കിൽ 3 വാക്കുകളും മനസ്സിലാക്കി വെക്കുക. ഘടനാവാദം എന്ന് പറയുന്നത് സംരചനാത്മക മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നു, അതുപോലെ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഘടനാവാദമാണ്. ഇനി ഈ ഘടനാവാദത്തിനെ എന്ന് പറയുന്ന മനഃശാസ്ത്ര ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം വൂണ്ട് ആണ്. ഇനി നമ്മൾ പഠിച്ചു ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് ഘടനാവാദം. നോക്കാം, ഈ ദർശനം വികാസം പ്രാപിച്ചതാകട്ടെ അമേരിക്കയിലാണ്. അപ്പൊ ജർമ്മനിയിൽ രൂപം കൊണ്ട ഘടനാവാദം വികാസം പ്രാപിച്ചത് എവിടെയാണ്? അമേരിക്ക. അടുത്ത് നോക്കാം, മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങളായ സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ, സ്മൃതി അഥവാ മെമ്മറി, ഉദ്ദേശം അഥവാ പർപ്പസ് എന്നിവയ്ക്കാണ് ഘടനാവാദം പ്രാധാന്യം നൽകിയത്. അപ്പൊ ഘടനാവാദം എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്, അല്ലെ? മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷം അഥവാ പെർസെപ്ഷൻ, സ്മൃതി അഥവാ മെമ്മറി, ഉദ്ദേശം അഥവാ പർപ്പസ് എന്നിവയ്ക്കാണ് ഘടനാവാദം പ്രാധാന്യം നൽകിയത്. അപ്പൊ നമ്മൾ ഘടനാവാദത്തെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, അടുത്തത് ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാലയാണ് 1879 ലിപ്സിംഗിൽ സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ട് ആണ്. വില്യം വൂണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണ്? ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല 1879 ലിപ്സിംഗ് സർവകലാശാലയിൽ സ്ഥാപിച്ചത് ആരാണ്? വില്യം വൂണ്ട് ആണ്. ഇനി E.B. ടിച്ച്നർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ വിഭാഗത്തെ കൂടുതൽ വികസിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഘടനാവാദത്തെ കൂടുതൽ വികസിപ്പിച്ചത് ആരാണ്? E.B. ടിച്ച്നർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? നമ്മൾ ഘടനാവാദത്തെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഘടനാവാദം എന്ന് പറയുന്നത്
നമ്മൾ മനസ്സിലാക്കി. ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് ഘടനാവാദം. ഈ ഒരു മനഃശാസ്ത്ര ദർശനത്തിൽ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ വില്യം വൂണ്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ഫാക്ട് എന്താണ്? അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. ലിപ്സിംഗിലാണ്. 1879 കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഘടനാവാദത്തിന് മറ്റൊരു പേരെന്താണ്? സംരചനാത്മക മനഃശാസ്ത്രം എന്നാണ്. ഇനി അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നതാണ് ഘടനാവാദം. ഈ ദർശനം രൂപം കൊണ്ടത് ജർമ്മനിയിലാണ്. എന്നാൽ ഈ മനഃശാസ്ത്ര ദർശനത്തിന് വികാസം പ്രാപിച്ചത് അമേരിക്കയിലാണ്. ഇനി ഈ ദർശനത്തെ പ്രധാനമായി പ്രാധാന്യം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഘടനാവാദത്തിന്റെ പ്രാധാന്യം എന്തിനാണ്? മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷം അഥവാ പെർസെപ്ഷൻ, നിസ്മൃതി അഥവാ മെമ്മറി, അതോടൊപ്പം ഉദ്ദേശം അഥവാ പർപ്പസ് എന്നിവയാണ് മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾ. ഇവയ്ക്കാണ് ഘടനാവാദത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പൊ ഘടനാവാദത്തെ കുറിച്ചുള്ള പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പോയിന്റ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഇതിന് വികാസം ഇതിനെ വികസിപ്പിച്ചത്, ഈ ഘടനാവാദത്തെ വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മറ്റൊരു മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഓർത്തുവെക്കണം. ഏതാണ്? E.B. ടിച്നർ ആണ്. E.B. ടിച്നർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ വിഭാഗത്തെ ഘടനാവാദത്തെ കൂടുതൽ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ദർശനം ഏതാണ്? ചോദ്യം ഇതാണ്. മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ദർശനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം ധർമ്മവാദമാണ്. അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഘടനാവാദം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇനി ഇവിടെ മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. മനഃശാസ്ത്ര ദർശനത്തിൽ മനസ്സിന്റെ സൂക്ഷ്മ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഏത് വാദമാണെന്ന് ചോദിച്ചാൽ അത് ഘടനാവാദമാണ്. ഇനി മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മനഃശാസ്ത്ര ദർശനം എന്ന് വെച്ചാൽ ഏതാണ്? ധർമ്മവാദമാണ്. അപ്പൊ അത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇനി ധർമ്മവാദത്തിന് മറ്റൊരു പേരെന്താണ്? മറ്റൊരു പറഞ്ഞാൽ പ്രകാരാത്മക മനഃശാസ്ത്രം എന്നാണ്. പ്രകാരാത്മക മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ധർമ്മവാദം തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ് ധർമ്മവാദം എന്ന് പറയുന്നത് ഫങ്ഷണലിസം ആണ് കേട്ടോ. നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഫങ്ഷണലിസം എന്നാണ്, സ്ട്രക്ചറലിസം അല്ല. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഘടനാവാദമാണ്. അപ്പൊ പ്രകാരാത്മക മനഃശാസ്ത്രം ധർമ്മവാദം എന്ന് പറയുന്നത് ഫങ്ഷണലിസം ആണ്. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഇത് മനസ്സിലാക്കിയ എന്താണ്? സ്ട്രക്ചറലിസം അല്ല, അത് ഫങ്ഷണലിസം ആണ്. ഇനി നോക്കാം. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായ വില്യം ജെയിംസ് ആണ് ഈ ശാഖയുടെ ഉപജ്ഞാതാവ്. അപ്പൊ ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം, ഈ പ്രകാരാത്മക മനഃശാസ്ത്രം എന്നറിയപ്പെടുന്ന അതിന്റെ ഉപജ്ഞാതാവ് ആരാണ് ചോദിച്ചത്? അത് അമേരിക്കൻ മനഃശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അല്ലെ? മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതുപോലെ പരിസരത്തിനനുസരിച്ച് ആവശ്യമായ സംയോജനത്തിനും സഹകരണത്തിനും ഉള്ള കഴിവ് മനസ്സിനുണ്ടെന്ന് കൂടി ഇവിടെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? മനസ്സിന് എന്തിനുള്ള കഴിവുകളുണ്ട്? പരിസരത്തിനനുസരിച്ച് ആവശ്യമായ സംയോജനത്തിനും അഡാപ്റ്റേഷനും അതുപോലെ സഹകരണത്തിനും അഡ്ജസ്റ്റ്മെന്റിനും ഉള്ള കഴിവ് മനസ്സിനുണ്ടെന്ന് പറയപ്പെടുന്ന വാദം ഏതാണെന്ന് വെച്ചാൽ ധർമ്മവാദം. മനസ്സിലായി? അപ്പൊ മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ദർശനം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ധർമ്മവാദമാണ്. ഇനി അതിന് മറ്റൊരു പേരെന്താണ്? പ്രകാരാത്മക മനഃശാസ്ത്രം എന്ന് കൂടി ധർമ്മവാദം അറിയപ്പെടുന്നു. ഇനി ഫങ്ഷണലിസം എന്നാണ് ധർമ്മവാദം അറിയപ്പെടുന്നത്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസ് ആണ് ഈ ശാഖയുടെ ഉപജ്ഞാതാവ്. അടുത്ത പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയത്? ചോദ്യത്തിലും പറഞ്ഞ മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദർശനമാണ്. മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ദർശനമാണ് ധർമ്മവാദം. ഇനി മനസ്സിന് എന്തിനുള്ള കഴിവുണ്ടെന്ന് കൂടി പറയുന്നു. പരിസരത്തിനനുസരിച്ച് ആവശ്യമായ സംയോജനത്തിനും അതുപോലെ സഹകരണത്തിനുള്ള കഴിവ് മനസ്സിനുണ്ടെന്നും കൂടെ പ്രഖ്യാപിക്കുന്ന വാദം ഏതാണെന്ന് ചോദിച്ചുള്ളത് ഈ മനഃശാസ്ത്ര ദർശനം ഏതാണെന്ന് ചോദിച്ചത് ധർമ്മവാദമാണ് കൂടെ ഓർത്തു വയ്ക്കുക. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായും ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പം അത് നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക, ഇത് പഠിക്കുക, ഇത് ഇനിയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഇത് നിങ്ങൾ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ഫ്രം മീ. താങ്ക് യു.